ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ പക്ഷേ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. യാത്രയിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സുജിത് സുരേന്ദ്രൻ അവിടെ ചേരുന്നുണ്ട്. സുജിത്ത്, ആരോഗ്യമന്ത്രി എപ്പോഴാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? രാവിലെ മുതലുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ടെൻഷൻ കാരണമായിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും ഹാഷ്മി, 7:15 കൂടിയാണ് മന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴിയാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ആശുപത്രിയിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ 2 ഫിസിഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഡോക്ടറെ ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. മന്ത്രിക്ക് രക്തസമ്മർദ്ദം വർദ്ധിച്ചതാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രിപ്പ് നൽകിക്കൊണ്ടിരിക്കുക. ആ ട്രിപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മന്ത്രിക്ക് മടങ്ങാനാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മടങ്ങിയാലും മന്ത്രിക്ക് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ഇപ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം BJP പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഹാഷ്മി. മറ്റൊന്ന്, ഇവിടെ മന്ത്രി എത്തിയപ്പോൾ തന്നെ സാബു മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ KM സാബു മാത്യു IPS ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിയിരുന്നു. മന്ത്രിയുടെ ക്ഷമം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി ഒബ്സർവേഷനിലാണ് ഉള്ളത്. ട്രിപ്പ് തീരാറായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ തന്നെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വിദഗ്ധരായ മറ്റു ഡോക്ടർമാരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആശ്മി പറഞ്ഞതുപോലെ തന്നെ മന്ത്രി കോട്ടയത്തെ താലൂക്ക് ആശുപത്രിയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ യാത്രക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോൾ രാവിലെ മുതൽ ഉണ്ടാകുന്ന ടെൻഷനും ഒക്കെ അതിലുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ പറഞ്ഞ വിമർശനങ്ങളെ ഒന്നും മന്ത്രി എന്നുള്ള നിലയ്ക്കും വീണ ജോർജ് ടു പേഴ്സണലായി എടുക്കരുത് എന്നതുകൂടി കൂടുതൽ പറയുകയാണ്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെട്ടോ ഒക്കെ ആവട്ടെ. അവർക്ക് യാത്ര തുടരാനാവട്ടെ.